والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു വിജയികൾ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ഇഹപര വിജയം നേടുന്ന ആളുകളുടെ സ്വഭാവത്തെ വിശദീകരിക്കുന്ന മഹനീയമായ ഗുണങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ദർസുകളിലായി നാം മനസ്സിലാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാണ് സൂറത്തുൽ മുജാദലയിലെ 22-ാമത്തെ ആയത്ത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത് ഉലൈക ഹിസ്ബുല്ലാഹ്, അവരാകുന്നു അള്ളാഹുവിൻ്റെ ഹിസ്ബ്, അള്ളാഹുവിൻ്റെ സംഘക്കാർ, അള്ളാഹുവിൻ്റെ പാർട്ടി. അല, അറിയുക, ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, അള്ളാഹുവിൻ്റെ സംഘമാരാണോ, അള്ളാഹുവിൻ്റെ ഹിസ്ബ്, ഹിസ്ബ് എന്ന് പറഞ്ഞാൽ സംഘം, വിഭാഗം എന്നൊക്കെയാണ് അർത്ഥം, സൈന്യം, ഗ്രൂപ്പ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിഭാഗം ആരാണോ അവർ മാത്രമാകുന്നു വിജയികൾ. അപ്പോൾ അള്ളാഹുവിൻ്റെ കക്ഷി, അള്ളാഹുവിൻ്റെ ഹിസ്ബ്, അവരാകുന്നു വിജയിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എങ്കിൽ ആരാണ് ഈ അള്ളാഹുവിൻ്റെ ഹിസ്ബ്? അതാണ് ഈ ആയത്തിൽ പറയുന്നത്. ഒരേ ഒരു സിഫത്താണത്, പക്ഷേ തുല്യതയില്ലാത്ത ഒരു സിഫത്താണ്. മാത്രമല്ല മുസ്ലിമീങ്ങളിൽ, മുഅ്മിനുകളിൽ വളരെ വലിയൊരു വിഭാഗത്തിന് അറിയുക പോലും ചെയ്യാത്തതും പരിചയമില്ലാത്തതുമായ ഒരു വിഷയം കൂടിയാണ്. എന്താണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലാ തജിദു ഖൗമൻ, നിങ്ങൾക്ക് ഒരു സമൂഹത്തെ കാണാൻ കഴിയില്ല. എങ്ങനെയുള്ളവരെ? യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവർ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നു. അങ്ങനെ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളുടെ ഒരു സംഘത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എങ്ങനെ കാണാൻ കഴിയില്ല? യുവാദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹ്, അള്ളാഹുവിനോടും റസൂലിനോടും എതിര് നിൽക്കുന്നവരോട് സ്നേഹബന്ധം വെച്ചു പുലർത്തുന്നതായി നിങ്ങൾക്ക് കണ്ടെത്തുക സാധ്യമല്ല. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരു സംഘം അള്ളാഹുവിനോടും റസൂലിനോടും എതിര് നിൽക്കുകയും പ്രവാചകനോട്, ഇസ്ലാമിനോട് യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്ത ആളുകളോട് ഏതെങ്കിലും നിലക്കുള്ള സ്നേഹബന്ധം വെച്ചു പുലർത്തുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം അത് വിശ്വാസികൾക്കത് സാധ്യമല്ല എന്നർത്ഥം. അത് വലൗകാനു ആബാഅഹും, സ്വന്തം മാതാപിതാക്കളാണെങ്കിലും ശരി, ഔ അബ്നാഅഹും, സ്വന്തം മക്കളാണെങ്കിലും ശരി, ഔ ഇഖ്വാനഹും, അല്ലെങ്കിൽ സഹോദരങ്ങളാണെങ്കിലും ശരി, ഔ അശീറതഹും, അല്ലെങ്കിൽ കുടുംബ ബന്ധമുള്ള ആരാവട്ടെ. ഇതൊക്കെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ്. മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, മറ്റു കുടുംബാംഗങ്ങൾ, ഇവരൊക്കെയാണെങ്കിലും ശരി, ഇവരിൽ ആരെങ്കിലും ഒരാൾ അള്ളാഹുവിനോടും റസൂലിനോടും എതിര് നിൽക്കുന്നവരാണെങ്കിൽ അവരോട് പിന്നെ ഒരു സ്നേഹബന്ധം, ഒരു മവദ്ദത്ത് വെച്ചു പുലർത്താൻ വിശ്വാസിക്ക് സാധ്യമല്ല എന്നർത്ഥം. അങ്ങനെ ഒരു ടീമിനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതെന്തുകൊണ്ടെന്നാൽ ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, അത്തരം ആളുകളുടെ ഹൃദയത്തിലാണ് അള്ളാഹു ഈമാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈമാനിൻ്റെ അടയാളമാണത്. ഈമാനിൻ്റെ അടയാളമാണ് അള്ളാഹുവിനോടും റസൂലിനോടും എതിര് നിൽക്കുന്ന ആളുകളോട് സ്നേഹബന്ധം വെച്ചു പുലർത്താതിരിക്കുക എന്നുള്ളത്. അവരുടെ ഹൃദയത്തിൽ അള്ളാഹു ഈമാൻ രേഖപ്പെടുത്തി. വഅയ്യദഹും ബിറൂഹിൻ മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ ഒരു റൂഹ് കൊണ്ട് അള്ളാഹു അവരെ ഉറപ്പിച്ചു നിർത്തുമെന്നാണ്. അള്ളാഹു അവർക്ക് ശക്തി പകരും. ബിറൂഹിൻ മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള റൂഹ് കൊണ്ട്, ഐ ബി സുൽത്താനിൻ മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായൊരു സുൽത്താൻ, പ്രമാണം, ഹുജ്ജത്ത്, അറിവ്,
ആ ഒരു അറിവ് കൊണ്ട്, ആ ഒരു ഹുജ്ജത്ത് കൊണ്ട്, ആ ഒരു പ്രമാണം കൊണ്ട്, ആ ഒരു ആധികാരികത കൊണ്ട്, ആ ഒരു ആധികാരിക നിലപാട് കൊണ്ട് അള്ളാഹു അവർക്ക് ശക്തി പകരുന്നതാണ്. വയുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ. താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രവേശിപ്പിക്കും. അവർ അവിടെ നിത്യവാസികളായിരിക്കും. ഇതിൻ്റെ സമ്മാനം അതാണ്. ഈ ഒരു നിലപാട് സ്വീകരിച്ചാൽ ലഭിക്കുന്നത് താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളാണ്. അവരവിടെ നിത്യവാസികളായിരിക്കും. റളിയല്ലാഹു അൻഹും വറദു അൻ. അള്ളാഹു അവരെയും അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ തൃപ്തിപ്പെട്ടു റബ്ബായി, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ യഥാർത്ഥ അടിമകളായും തൃപ്തിപ്പെട്ടു. ഉലൈക ഹിസ്ബുല്ലാഹ്. അവരാകുന്നു അള്ളാഹുവിൻ്റെ പാർട്ടി, അവരാകുന്നു അള്ളാഹുവിൻ്റെ കക്ഷി, അഥവാ ഈ സ്വഭാവമുള്ളവർ. അള്ളാഹുവിനോടും റസൂലിനോടും എതിര് പ്രവർത്തിക്കുന്നവരോട് ഇസ്ലാം പഠിപ്പിക്കുന്ന രൂപത്തിലുള്ള വെറുപ്പ് വെച്ചു പുലർത്തുകയും അവരോട് മൈത്രി ബന്ധം വെച്ചു പുലർത്താതിരിക്കുകയും ചെയ്യുക യഥാർത്ഥ ഈമാനിൻ്റെ അടയാളമാണത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അഹബ്ബ ലില്ലാഹ് വ അബ്ഗദ ലില്ലാഹ് വ അഅതാ ലില്ലാഹ് വ മനഅ ലില്ലാഹ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹുവിന് വേണ്ടി വെറുക്കുക, അള്ളാഹുവിന് വേണ്ടി നൽകുക, അള്ളാഹുവിന് വേണ്ടി നൽകാതിരിക്കുക. ഇസ്ലാമിൽ നൽകൽ മാത്രമല്ല ഉള്ളത്, നൽകാതിരിക്കലുമുണ്ട്. ഇസ്ലാമിൽ സ്നേഹിക്കൽ മാത്രമല്ല ഉള്ളത്, വെറുക്കലുമുണ്ട്. പക്ഷെ അതെല്ലാം അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. അങ്ങനെയാകുമ്പോൾ ഫഖദ് ഇസ്തക്മല